Hi friends, welcome to Bioclass. In this video, we are going to discuss about the topic human heart. Heart is situated in the thoracic cavity. Our heart is situated in the thoracic cavity in between the lungs. It has the size of a clenched fist. Clenched fist എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസ് അതൊരു അപ്രോക്സിമേറ്റ്ലി ആയിട്ടുള്ള ഒരു കണക്കാണ്, അല്ലാതെ കറക്റ്റ് ആവണമെന്നില്ല, ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാറുണ്ട്. Heart in any organism is to maintain a constant flow of blood throughout the body. It replenishes the oxygen and circulates the nutrients. Okay, it circulates the nutrients. Nutrients circulate ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള ഒരു പമ്പിംഗ് ഓർഗൻ ആണ് ഹാർട്ട് എന്ന് പറയുന്നത്. ശരീരത്തിലുള്ള ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, അതായത് അശുദ്ധ രക്തം കളക്ട് ചെയ്ത് അത് ലങ്സിൽ എത്തിച്ചതിന് ശേഷം ലങ്സ് അതിനെ ശുദ്ധീകരിച്ച് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കുന്നു അല്ലെ. ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്സിജൻ മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് അല്ലെ, പ്യുവർ ബ്ലഡ് ആണ്. അപ്പോൾ അതിനുശേഷം ലങ്സിൽ നിന്നും ഈ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡ് വീണ്ടും നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നു. ഹാർട്ട് ഈ ശുദ്ധീകരിച്ച ഈ ഒരു ബ്ലഡ്, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. അപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം എവിടെ എത്തിക്കുന്നു? ഹാർട്ട് ചേംബേഴ്സിൽ എത്തിച്ചു. ഈ ചേംബേഴ്സിൽ നിന്നും ഇത് എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ ലങ്സിൽ നിന്നും ശുദ്ധീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ആക്കിയതിന് ശേഷം ഈ ബ്ലഡ് വീണ്ടും ഹാർട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇത് ഹാർട്ട് അയോട്ട വഴി നമ്മുടെ ശരീരത്തിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ചേംബേഴ്സ് ഓഫ് ഹാർട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫങ്ഷൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഹാർട്ടിന് എത്ര ചേംബേഴ്സ് ആയിരുന്നു ഉള്ളത്? 4 ചേംബേഴ്സ് ആണ് അല്ലെ, 4 ചേംബേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഹാർട്ടിന്റെ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇത് റൈറ്റ് സൈഡ് ആണ്, ഹ്യൂമൻ ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഹ്യൂമൻ ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ദിസ് ഈസ് ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ ഇനി നമുക്ക് ചേംബേഴ്സിനെ കുറിച്ച് നോക്കാം. ചേംബേഴ്സ്, it includes left atrium, right atrium, left ventricle and right ventricle. ഏതൊക്കെയാണ്? ലെഫ്റ്റ് atrium, right atrium, left ventricle and right ventricle. Okay, the upper chambers of the heart is called as atrium or auricle. upper chambers of the heart. upper chambers എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെയുള്ള മുകളിലുള്ള ഈ ചേംബേഴ്സിനെയാണ് എന്ത് പറയുന്നത്? atrium എന്ന് പറയുന്നത്. atrium, and it is also called as auricles. ഓക്കെ, നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓറിക്കിൾസ്, എട്രിയം ഓർ ഓറിക്കിൾസ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഉള്ളത് റൈറ്റ് എട്രിയം ആയിരിക്കും. ദെൻ ദിസ് ഇസ് ലെഫ്റ്റ് എട്രിയം. ക്ലിയർ? ദെൻ ദ ലോവർ ചേംബേഴ്സ് ഓഫ് ദി ഹാർട്ട് ഈസ് കോൾഡ് ആസ് വെൻട്രിക്കിൾസ്. ലോവർ ചേംബേഴ്സ് ഓഫ് ഹാർട്ട് ഈസ് കോൾഡ് ആസ് വെൻട്രിക്കിൾസ്. ഇതാണ് അല്ലെ, ഇതല്ലേ വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിലുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈറ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് വെൻട്രിക്കിൾ ആയിരിക്കും. ദെൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 4 ചേംബേഴ്സ് ആണ് ഹ്യൂമൻ ഹാർട്ടിന് ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഹാർട്ട് ചേംബേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ വർക്കിംഗ്, ഹാർട്ടിന്റെ വർക്കിംഗ് ഒക്കെ പറയുമ്പോൾ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അട്രിയ. ആദ്യം അപ്പർ ചേംബേഴ്സ് ആയിട്ടുള്ള അട്രിയത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. They are thin, less muscular walls and smaller than ventricles. കുറച്ച് തിന്നായിട്ടുള്ള വെൻട്രിക്കിൾസിനെക്കാളും കുറച്ച് സൈസ് കുറവായിട്ടുള്ള ചേംബർ ആണിത്. ഓക്കെ, ഇതിന്റെ വാൾ എന്ന് പറയുന്നത് കുറച്ച് തിന്നായിരിക്കും. വെൻട്രിക്കിൾസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി തിൻ വാൾ ആയിരിക്കും എന്തിനുള്ളത്? അട്രിയത്തിന് ഉള്ളത്. These are the blood receiving chambers that are fed by the large veins. Then next is ventricles. Ventricles നോക്കാം. Ventricles are larger and more muscular chambers responsible for pumping and pushing blood out to the circulation. Ventricles are larger and more muscular chambers. അതായത് നമ്മുടെ ഓറിക്കിൾസ് അല്ലെങ്കിൽ അട്രിയത്തെക്കാളും കുറച്ചുകൂടി മോർ മസ്കുലാർ ആണ് ഈ ഒരു ചാമ്പർ എന്ന് പറയുന്നത്.
and it is responsible for pumping and pushing blood out of the circulation. And these are connected to larger arteries. Ventricles are connected to larger arteries. Ventricles are connected to larger arteries that deliver blood for circulation. Then, the right ventricle and right atrium are comparatively smaller than the left chambers. I repeat, the right ventricle and the right atrium. The right ventricle and the right atrium are comparatively smaller than the left chambers. Next is blood vessels. നമുക്കറിയാം ധാരാളം arteries, veins, capillaries എല്ലാം present ആണ് അല്ലേ? ഇതിലൂടെയാണ് blood flow ചെയ്യുന്നത്. So നമുക്ക് നോക്കാം. In organisms with closed circulatory system, the blood flows within the vessels of varying sizes. Closed circulatory system. What do you mean by closed circulatory system? Closed circulatory system എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സിലൊക്കെ കാണുന്നത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അതായത് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിനായിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടായിരിക്കും. അതിലൂടെ മാത്രമാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഇനി വേറൊരു ടൈപ്പും കൂടിയുണ്ട്. ഏതാത്? ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ കോക്രോച്ചിലൊക്കെ ഇതാണ് കാണുന്നത്. അതായത് ബ്ലഡ് ഫ്ലോ ചെയ്യാനായിട്ട് പ്രത്യേക ബ്ലഡ് വെസൽസ് ഒന്നും ഉണ്ടാവില്ല. ബ്ലഡ് അതിന്റെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കും. ബാക്കി ഇന്റേണൽ ഓർഗാൻസ് എല്ലാം ഈ ഒരു ബ്ലഡിൽ മുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പാണ് അല്ലെ. ബ്ലഡ് ഫ്ലോസ് ത്രൂ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോക്രോച്ച് ആൻഡ് സം അതർ ഇൻസെക്ട്സ് ദി സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് ഓപ്പൺ ടൈപ്പ്. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാണ് ബ്ലഡ് ഒഴുകുന്നതിന് പ്രത്യേക ബ്ലഡ് വെസൽസ് ഒന്നും ഉണ്ടാവില്ല. ബ്ലഡ് ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിൽ ഇന്റേണൽ ഓർഗാൻസ് മുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ബ്ലഡ് വെസൽസിന്റെ കാര്യമാണ് അല്ലെ. ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോൾ in organisms with closed circulatory system, the blood flows within the vessels of varying sizes. Blood vessels പല ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. First one is veins. It supply deoxygenated blood. Okay, it supply deoxygenated blood to the heart via inferior and superior vena cava. ഓർത്ത് വെക്കാം കേട്ടോ. It supply deoxygenated blood to the heart via superior and inferior vena cava and it eventually drains into the right atrium. The next is capillaries. Capillaries are tiny tube-like structures or tube-like vessels which form a network between the arteries and veins. Capillaries form a network between the arteries and veins. Okay, then next is arteries. Arteries. In the arteries, they are muscular walled tubes mainly involved in supplying oxygenated blood. Mainly supply oxygenated blood away from the heart to all parts of the body. Arteries main ആയിട്ട് oxygenated blood ആണ് സപ്ലൈ ചെയ്യുന്നത്. They are muscular walled tubes mainly involved in supplying oxygenated blood away from the heart to all other parts of the body. Aorta is the largest of the arteries. Important ആണെന്ന് നോട്ട് ചെയ്യുക. Aorta is the largest of the arteries. Arteriesൽ ഏറ്റവും വലിയ ആർട്ടറി എന്ന് പറയുന്നത് ഏതാണ്? അയോട്ടയാണ്. ഇവിടെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Okay, aorta is the largest of the arteries and it branches off into various smaller arteries throughout the body. Okay, ഇവിടെ അയോട്ട വന്ന് പിന്നീട് അത് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. Okay, ആർട്ടറീസിന്റെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയി മാറുന്നു. എന്നിട്ട് ശരീരത്തിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും ശുദ്ധീകരിച്ചിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ആരാ സപ്ലൈ ചെയ്യുന്നത്? അയോട്ട. അയോട്ടയിൽ നിന്ന് പിന്നീട് അത് ബ്രാഞ്ചസ് ആയിട്ട് ആർട്ടറീസ് ആയിട്ട് മാറുന്നു. അപ്പൊ ആർട്ടറീസിലൂടെ അയോട്ടയിലെത്തിയ ശുദ്ധീകരിച്ച ബ്ലഡ് ആർട്ടറീസിലെത്തുന്നു. ആർട്ടറീസ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അയോട്ട is the largest of the arteries and it branches off into various smaller arteries throughout the body. Then next, valves. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുള്ള ഭാഗമാണ്. നോക്കാം നമുക്ക്. വാൾസ് ആർ ഫ്ലാപ്സ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ ലൊക്കേറ്റഡ് ഇൻ ദ കാർഡിയാക് ചാമ്പേഴ്സ് ബിറ്റ്വീൻ ദ വെയിൻസ്. ദേ ആർ ഫൈബ്രസ് tissues located in the cardiac chambers. They are located in the cardiac chambers between the veins. Veins ഇടയിലായിട്ട് കാണുന്ന ഫൈബ്രസ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. Okay, they are
flaps of fibrous tissue located in the cardiac chambers between the veins, and they ensure that the blood flows in a single direction or it is unidirectional. Okay, അതായത് ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, വാൾസ് എന്ത് ചെയ്യുന്നു? ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഇവിടെ വന്ന് നിറയും അല്ലെ? ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഇവിടെ വന്ന് നിറയുന്നു. ഓക്കെ, അത് പിന്നീട് എങ്ങോട്ട് എത്തും? ഇവിടെ പ്രഷർ അധികമാവുന്ന സമയത്ത് ഈ ബ്ലഡ് നേരെ ഇങ്ങോട്ട് എത്തും അല്ലെ? അതായത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തും. അപ്പൊ ഇവിടെ എത്തിയിട്ടുള്ള ബ്ലഡ് പിന്നീട് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ശരീരത്തിലുള്ള സുപ്പീരിയർ വീന കാവ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫീരിയർ വീന കാവ ഉണ്ട് അല്ലെ? ദിസ് ഇസ് സുപ്പീരിയർ വീന കാവ ആൻഡ് ദിസ് ഇസ് ഇൻഫീരിയർ വീന കാവ. സുപ്പീരിയർ വീന കാവ നമ്മുടെ അപ്പർ പോർഷൻസിലുള്ള ബ്ലഡ് ഏത് ബ്ലഡ് ആണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അതാണ് ഇവിടെ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്ത് ഇവിടെ എത്തിക്കും അല്ലെ? ഇതേ സമയം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് താഴ്ഭാഗങ്ങളിൽ നിന്നുള്ള, നമ്മുടെ കാലുകളിൽ നിന്നൊക്കെ ഉള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻഫീരിയർ വീന കവ കളക്ട് ചെയ്ത് ഇവിടെ ഇതിലൂടെ എങ്ങോട്ട് എത്തിക്കും? ഇവിടെ എത്തിക്കും. അപ്പൊ ഇതില് എന്താ വരിക? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് വരിക. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ ഇങ്ങോട്ടേക്ക് വരും, അതായത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. അപ്പൊ ഇത് തിരിച്ചു പോകാൻ പാടില്ല. ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഇവിടെയുള്ള വാൾസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ട്രൈകസ്പിഡ് വാൾവ് ഉണ്ട്, അതിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചു പോകാൻ പാടില്ല അല്ലെ? ഇത് പിന്നെ എങ്ങനെയാ പോകേണ്ടത്? ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത് ഇതിന്റെ. ഓക്കെ, ഇത് പൾമണറി ആർട്ടറി വഴി പോയിട്ട് ഇവിടെ നമ്മുടെ ലങ്സ് അല്ലെ, ലങ്സിലേക്ക് എത്തും. ഓക്കെ, എന്നിട്ട് ശുദ്ധീകരിച്ച് വീണ്ടും എങ്ങോട്ട് എത്തും? നമ്മുടെ ഹാർട്ടിലേക്ക് അത് തിരിച്ചു വരും. ദെനകെ ഇത് ഇങ്ങനെ താഴേക്ക് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. ഓക്കെ, പിന്നീട് ഇത് അയോട്ട വഴി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഇതിന്റെ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക, എന്നാലും ഒന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുക, ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് വാൾസിന്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. Flaps also prevent the blood from flowing backwards. Based on their function, valves are of mainly two types. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫംഗ്ഷൻസിന്റെ ബേസിൽ വാൾസ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. The first one is atrioventricular valves. They are in between ventricles and atria. Atrioventricular valve എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ട് കാണുന്ന വാൾസ്. അതായത് എട്രിയം വെൻട്രിക്കിൾ അല്ലെ? ഇതല്ലേ എട്രിയം, ഇതല്ലേ വെൻട്രിക്കിൾ. ഇതിന്റെ ഇടയിലായിട്ട് ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് കാണുന്ന വാൾവ്. ഇനി ഈ സൈഡിലാണെങ്കിലും ഉണ്ട് കേട്ടോ, ഈ എട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെ ഇടയിലായിട്ട് ഇവിടെയും വാൾവ് ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വാൾസ് വരുന്നുണ്ട്. എട്രിയോ വെൻട്രിക്കുലർ വാൾസ് എന്ന് പറയുമ്പോൾ രണ്ട് വാൾസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും. ഏതൊക്കെയാണ്? ട്രൈകസ്പിഡ് വാൾവും അതുപോലെ തന്നെ ബൈകസ്പിഡ് വാൾവ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മിട്രാൾ വാൾവ്. ബൈകസ്പിഡ് വാൾവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിട്രാൾ വാൾവ് തന്നെയാണ്. അപ്പോൾ റൈറ്റ് ഹെട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ട് ട്രൈകസ്പിഡ് വാൾവ് ആണ്. മാറിപ്പോകരുത് കേട്ടോ. റൈറ്റ് സൈഡില് റൈറ്റ് ഹെട്രിയം വെൻട്രിക്കിളിന്റെ ഇടയിലായിട്ട് കാണുന്നത് ട്രൈകസ്പിഡ് വാൾവ് ആണ്. ഓക്കെ, എന്നാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബൈകസ്പിഡ് വാൾവ് ആണ്. Clear? In between the left atrium and the left ventricle, bicuspid valve or mitral valve is present. Mitral valve ആണ് കാണുന്നത്. Okay, then atrioventricular valves നെ കുറിച്ച് നമ്മൾ പറഞ്ഞു. They are in between ventricles and atrium, and the valve between the right ventricle and the right atrium is called as tricuspid valve. Atrioventricular valve വരുന്ന tricuspid valve നെ കുറിച്ച് കുറച്ചുകൂടി പോയിന്റ്സ് നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ട് നോക്കാം. The tricuspid valve is what is called as atrioventricular valve, and it ensures the blood only flows from the atrium to the ventricle. And the tricuspid valve is the valve that ensures that blood in the right ventricle goes into the pulmonary artery and reaches the lungs instead of being pushed back into the right atrium. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? അതായത് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് തിരിച്ച് ബാക്കിലേക്ക് പോയില്ല, പകരം എങ്ങോട്ട് പോകുന്നു? ഇവിടെ പ്രഷർ അധികമാകുമ്പോൾ പൾമണറി ആർട്ടറി വഴി എങ്ങോട്ട് എത്തുന്നു? ലങ്സിലേക്ക് അല്ലെ? ലങ്സിലേക്ക് എത്തുന്നു. എനിക്ക് പൾമണറി വെയിൻ വഴി ഇതിലൂടെ ബ്ലഡ് നമ്മുടെ ലെഫ്റ്റ് എട്രിയത്തിലേക്ക് തിരിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം, ഓക്സിജനേറ്റഡ് ആക്കിയതിനു ശേഷം ബ്ലഡ്
തിരിച്ച് ലെഫ്റ്റ് അട്രിയത്തിലേക്ക് എത്തുന്നു. ക്ലിയർ? The tricuspid valve is the valve that ensures that blood in the right ventricle goes into the pulmonary artery and reaches the lungs instead of being pushed back into the right atrium. Next is mitral valve. It is also called as bicuspid valve. It is also called as bicuspid valve. The mitral valve is the other atrioventricular valve, and this one lies between the left atrium and the left ventricle. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. ലെഫ്റ്റ് അട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ടാണ് ഇത് കാണുന്നത് മിട്രാൽ വാൾവ് അഥവാ നമ്മുടെ ബൈക്കസ്പിഡ് വാൾവ് കാണുന്നത്. മിട്രാൽ വാൾവ് ലൈസ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദി അയോട്ട. Okay, it lies at the opening of the aorta, which is the largest blood vessel in the body. Aorta ആണ് largest blood vessel എന്ന് പറയുന്നത്. Already നമ്മൾ പറഞ്ഞതാണ്. The aorta is the central artery from which all other arteries flow. Next is semilunar valves. They are located in between the left ventricle and aorta. Left ventricle-ന്റെയും അയോട്ടയുടെയും ഇടയിലായിട്ടാണ് ഇത് കാണുന്നത് semilunar valves കാണുന്നത്. It is also found between the pulmonary artery and right ventricle. It is also found between the pulmonary artery and right ventricle. നമുക്ക് ഡയഗ്രാം വെച്ചൊന്ന് നോക്കാം, ഒന്നുകൂടി ക്ലിയർ ആവും. അതായത് ഈ ഡയഗ്രാം ഒന്ന് നോക്കൂ. ഇവിടെ ഈ ഒരു പൾമണറി ആർട്ടറി കണ്ടില്ലേ, ഇതാണ് പൾമണറി ആർട്ടറി ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് കാണുന്നു, ഈ ഒരു പോർഷനിലായിട്ടാണ് എന്ത് കാണുന്നത്, സെമിലൂണാർ വാൾവ്സ് കാണുന്നത്. ഓക്കെ, ദെൻ അയോട്ട ഈ സൈഡിലുണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡിലുണ്ട്. അയോട്ടയുടെ താഴ്ഭാഗത്തായിട്ടും എന്ത് കാണുന്നുണ്ട്, സെമിലൂണാർ വാൾവ്സ് കാണുന്നുണ്ട്. ദെൻ ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ബിറ്റ്വീൻ ദ പൾമണറി ആർട്ടറി ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് ഈസ് വാൾസ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ടിന്റെ വാൾസിനെ കുറിച്ചാണ് അല്ലെ, ഭിത്തിയെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. നോക്കാം. ദ ഹാർട്ട് വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 layers. 3 layers ആണുള്ളത്. ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എപ്പികാർഡിയം. എപ്പികാർഡിയം. Epicardium is the outermost layer. It is the outermost layer of the heart. Human heart ന്റെ ലെയറിൽ ഏറ്റവും പുറമെ കാണുന്ന ലെയർ ആണ് ഏത്, എപ്പികാർഡിയം. Okay, it is composed of a thin layered membrane that serves to lubricate and protect the outer section. Lubricate and protect the outer section. Then next, myocardium. അടുത്ത ലെയർ മയോകാർഡിയം നോക്കാം. This is a thin layer of muscle tissue and it constitutes the middle layer wall of the heart. Middle layer ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്, മയോകാർഡിയം ആക്ട് ചെയ്യുന്നത്. It contributes to the thickness and it's responsible for the pumping action. Pumping action ഹെൽപ്പ് ചെയ്യുക എന്നൊരു കാര്യമാണ് മയോകാർഡിയം എന്നുള്ള ലെയർ ചെയ്യുന്നത്. ഓക്കെ, മയോകാർഡിയം ഇറ്റ് ഈസ് ദി മിഡിൽ ലെയർ ഓഫ് ഹാർട്ട് വാൾ. ഹാർട്ട് വാളിന്റെ ഏറ്റവും മിഡിൽ ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് ഏതാണ്, മയോകാർഡിയമാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ pumping action. It is responsible for the pumping action. The third one is endocardium. It is the innermost layer of heart wall. Heart wall inde ഏറ്റവും innermost ആയിട്ടുള്ള ലെയർ ആണ് endocardium. It is the innermost layer that lines the inner heart chambers and covers the heart walls. Furthermore, it prevents the blood from sticking to the inner walls, thereby preventing potentially fatal blood clots. So, endocardium ennu പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the innermost layer of the human heart wall. Clear അല്ലേ? Next is pericardium. Pericardium എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പെരികാർഡിയം ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം. The human heart is situated to the left of the chest and is enclosed within a fluid-filled cavity described as the pericardial cavity. Pericardial cavity, it is filled with fluid. Okay, it is filled with fluid. Pericardial cavity അതിൽ എന്തുണ്ട്, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ട് ഒരു ക്യാവിറ്റി ആണ്. ഇതിലാണ് നമ്മുടെ ഹാർട്ട് ഉള്ളത്. The walls and lining of the pericardial cavity are made up of membrane known as pericardium, and the pericardium is a fiber membrane found as an external covering around the heart. നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ കവറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ലെയർ ആണ് പെരികാർഡിയം എന്ന് പറയുന്നത്. Okay, it protects the heart by producing a serous fluid which serves to lubricate the heart and prevents the friction between the surrounding organs. Okay, lubrication, നമ്മുടെ ഹാർട്ടിന് ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലൂയിഡ് ആണ്, പെരികാർഡിയൽ ഫ്ലൂയിഡ് ആണ്. അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നെല്ലാം അല്ലെങ്കിൽ മറ്റു ഓർഗാൻസിൽ നിന്ന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതുമായിട്ട്
ഉള്ള ഫ്രിക്ഷൻസ് കുറയ്ക്കുക എന്നുള്ള കാര്യമൊക്കെ ആരാണ് ചെയ്യുന്നത്? ഈ ഒരു പെരികാർഡിയമാണ് ചെയ്യുന്നത്. Then the pericardium has two exclusive layers. പെരികാർഡിയത്തിന് പ്രധാനമായിട്ടും രണ്ട് എക്സ്ക്ലൂസീവ് ലേയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? Visceral layer and parietal layer. First one is visceral layer and the second one is parietal layer. Visceral layer, it directly covers the outside of the heart. It directly covers the outside of the heart. അപ്പോൾ ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെരികാർഡിയം എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ അല്ലെ. അതായത് പുറമേയുള്ള ഈ ഒരു കവറിങ്ങിനെ വലിച്ചെടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ. ഈ ഇവിടെ കുറച്ച് റെഡ് കളറിലുള്ളതല്ല, അവിടെ നിന്ന് പെരികാർഡിയം എന്നുള്ള ഒരു കവറിങ്ങിനെ ഇങ്ങനെ പറിച്ചെടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പെരികാർഡിയത്തിന്റെ ഒരു സെക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കാം, അതില് പെരികാർഡിയം എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ലെയേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. വിസറൽ ലെയറും ഉണ്ട്, അതുപോലെ തന്നെ പെരൈറ്റൽ ലെയറും ഉണ്ട്. ദിസ് ഇസ് ദി പെരൈറ്റൽ ലെയർ ആൻഡ് ദിസ് ഇസ് ദി വിസറൽ ലെയർ ഓർ വിസറൽ പെരികാർഡിയം. ഓക്കെ, അപ്പോൾ ആദ്യം വിസറൽ ലെയർ ഡയറക്ട്ലി കവേഴ്സ് ദ ഔട്ട്സൈഡ് ഓഫ് ദി ഹാർട്ട്. ദെൻ പെരൈറ്റൽ ലെയർ ഇറ്റ് ഫോംസ് എ സാക് around the outer region of the heart that contains the fluid in the pericardial cavity. Okay, parietal layer, it forms a sac around the outer region of the heart. Heartinte outer region oru sac aayittu nikkunnu that contains the fluid in the pericardial cavity. Okay, appo ithriyumana ee layers ne kurichu namukku padikkanullathu. Then next is septa in heart. Heart il septugal undu. appo adine kurichu nokkam. Interatrial septum. ആദ്യത്തേത് interatrial septum. It separates the two atrias. Interatrial septum. Okay, interatrial septum എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അട്രിയത്തെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്റ്റമാണ്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഇന്റർഅട്രിയൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അട്രിയത്തിന്റെയും റൈറ്റ് അട്രിയത്തിന്റെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്റ്റമാണ് ഇന്റർഅട്രിയൽ സെപ്റ്റം. ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ട്, വേറൊരു ടൈപ്പാണ് ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം. എന്തായിരിക്കും? രണ്ട് വെൻട്രിക്കിൾസിന്റെയും ഇടയിലായിട്ട് കാണുന്ന സെപ്റ്റം. നെക്സ്റ്റ് ഇസ് അട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. അപ്പൊ മൂന്ന് സെപ്റ്റമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇന്റർ അട്രിയൽ സെപ്റ്റം, ദെൻ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം, ദെൻ അട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. അട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ടുള്ള അതിന് രണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കുന്ന ഒരു സെപ്റ്റം. ഓക്കെ, അതാണ് അട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ദെൻ അയോട്ട. അയോട്ട നമ്മൾ നേരത്തെ പറഞ്ഞു ലാർജസ്റ്റ് ആർട്ടറി ആണ് അല്ലെ. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ആർട്ടറി ആണ് അയോട്ട. ദ ലാർജസ്റ്റ് ആർട്ടറി ഇൻ ദ ഹ്യൂമൻ ബോഡി വിച്ച് ക്യാരീസ് ദ ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ആൾ പാർട്സ് ഓഫ് ദി ബോഡി എക്സെപ്റ്റ് ദ ലങ്സ്. ലങ്സിലേക്ക് മാത്രം അയോട്ട ബ്ലഡ് എത്തിക്കുന്നില്ല. ലങ്സിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് ആരാണ്? പൾമോണറി ആർട്ടറി ആണ്. ഓക്കെ, പൾമോണറി ആർട്ടറി, പൾമോണറി ആർട്ടറി. ഓക്കെ, അപ്പൊ ലങ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ ലങ്സിലേക്ക് പൾമണറി ആർട്ടറി എന്തെത്തിക്കുന്നു? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആട്ടോ എത്തിക്കുന്നത്. ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അയോട്ട എല്ലാ ഭാഗങ്ങളിലേക്കും പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്നു, അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്നുണ്ട്, എക്സെപ്റ്റ് ലങ്സ്. ഓക്കെ, എക്സെപ്റ്റ് ലങ്സ്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻഫീരിയർ വീന കാവ ആൻഡ് സുപ്പീരിയർ വീന കാവ. ഡയഗ്രം നോക്കാം. ഡയഗ്രത്തില് ഇവിടെ സുപ്പീരിയർ വീന കാവ ഉണ്ട്, അതുപോലെ തന്നെ ദിസ് ഇസ് ദി ഇൻഫീരിയർ വീന കാവ. നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധരക്തം ക്യാരി ചെയ്ത് വരുന്നത് ആരാണ്? സുപ്പീരിയർ വീന കാവയാണ്. എന്നാൽ താഴ്ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ കാലുകളിൽ നിന്നൊക്കെയുള്ള ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ക്യാരി ചെയ്ത് വരുന്നത് ആരാണ്? ഇൻഫീരിയർ വീന കാവയാണ്. നോക്കാം, നമുക്ക് ആദ്യം ഇൻഫീരിയർ വീന കാവയെ കുറിച്ച് നോക്കാം. It collects the deoxygenated blood from the lower parts of the body. Large vein that carries deoxygenated blood from the lower half of the body to the right atrium of the heart. ശരിയല്ലേ? അതായത് ഇൻഫീരിയർ വീന കാവ ലോവർ സൈഡിലുള്ള നമ്മുടെ കാലുകളിൽ നിന്നൊക്കെ ഉള്ള ബ്ലഡ് കളക്ട് ചെയ്ത് എങ്ങോട്ടാണ് എത്തിക്കുന്നത്? നമ്മുടെ റൈറ്റ് അട്രിയത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇനി നമുക്ക് സുപ്പീരിയർ വീന കാവയുടെ കാര്യം നോക്കാം. സുപ്പീരിയർ വീന കാവ it collects the deoxygenated blood from the upper portion of our body to the right atrium. മാറിപ്പോയില്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇൻഫീരിയർ വീന കാവ അതുപോലെ സുപ്പീരിയർ വീന കാവയുടെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോവാതെ കറക്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിൽ നമുക്ക് അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്
പഠിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളുമായി നമുക്ക് പുതിയ പുതിയ വീഡിയോസിലെല്ലാം കാണാം. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും, PDF സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്